കോട്ടയം ജില്ലയിൽ പാല ഭരണങ്ങാനത്തിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുക. പാല ഈരാറ്റുപേട്ട റോഡിൽ ഭരണങ്ങാനം എന്ന് പ്രത്യേകിച്ച് ആരോടും എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം അൽഫോൻസാമ്മ വിശുദ്ധയായി കഴിഞ്ഞപ്പോൾ തന്നെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന നാടായി ഭരണങ്ങാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ കയറിയ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽഫോൻസാമ്മ എന്നൊക്കെ ഞാൻ സ്കൂളിലെ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും പ്രസിദ്ധമായ നാടായ അൽഫോൻസാമ്മയുടെ തീർത്ഥാടന കേന്ദ്രം ഇടവകയായിട്ട് വരുന്ന രീതിയിൽ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ? അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഏത് മതക്കാർക്കാണെങ്കിലും നല്ല ഒരു ഏരിയ തന്നെയാണ് ഭരണങ്ങാനം. അമ്പലം അടുത്തുണ്ട്, പള്ളി അടുത്തുണ്ട്. ഭരണങ്ങാനം പള്ളി ഇടവക വരുന്നു. അല്ലെങ്കിൽ നമുക്ക് പാലായിക്ക് പോകാൻ, ഈരാറ്റുപേട്ടയ്ക്ക് പോകാൻ, കാഞ്ഞിരപ്പള്ളിക്ക് പോകാൻ, തൊടുപുഴയ്ക്ക് പോകാൻ, എയർപോർട്ടിൽ പോകാൻ, എല്ലായിടത്തേക്കും പോകാൻ നല്ല സൗകര്യമാണ്. അങ്ങനെയുള്ള രീതിയിൽ സൗകര്യപ്രദമായ ഒരു ലൊക്കേഷനിൽ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. 1 കിലോമീറ്റർ മാറിയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ 6 വരിപ്പാത വരുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഏരിയ ഭയങ്കരമായിട്ട് മാർക്കറ്റ് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കണ്ടേ? അതും വെറും 52 ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന ഈ ഗംഭീര വീട്, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നല്ല കമന്റുകൾ എഴുതാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി നമുക്ക് ഈ വീഡിയോയുടെ മുഴുവൻ ദൃശ്യങ്ങളിലേക്ക് പോകാം. കോട്ടയം ജില്ലയിൽ പാല ഭരണങ്ങാനത്തിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുക. 12 സെന്റ് സ്ഥലത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന 1450 സ്ക്വയർ ഫീറ്റുള്ള നല്ല ഒരു അടിപൊളി വീടിൻ്റെ മുൻപിലാണ് നിൽക്കുക. ഇത് ഇവിടം വരെ ടാർ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ തൊട്ടടുത്ത് വരെയും ടാർ റോഡാണ്. ഇൻ്റർലോക്ക് പാകിയിരിക്കുന്ന മുറ്റത്തേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കറണ്ട് ഇല്ലാതെ തന്നെ വീഡിയോ എടുത്ത്. അപ്പോഴും വീടിനകത്ത് നല്ല വെളിച്ചമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കറണ്ട് വരേണ്ടത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തിനാ കറണ്ടിനെ നമ്മൾ നോക്കി വെയിറ്റ് ചെയ്യുന്നത്? നമ്മൾ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, കറണ്ടിന് വേണ്ടി പോലും വെയിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ വീഡിയോ എടുത്തേക്കാം എന്ന് പറഞ്ഞങ്ങ് തുടങ്ങിയതാണ്. 12 സെൻറ്റ് സ്ഥലമുണ്ട്, നല്ല മുറ്റമുണ്ട്, 5-6 വണ്ടി വന്ന് പാർക്ക് ചെയ്യാനായിട്ടുള്ള മുറ്റമുണ്ട്. അടിപൊളിയായിട്ടുള്ള മുറ്റമാണ് ഇത്. നല്ല മുറ്റമൊക്കെ കാണാം. ഇതിൻ്റെ അപ്പുറത്തെ വീടുകളൊക്കെ ഇവർ തന്നെ പണിത് കൊടുത്ത വീടുകളാണ്. അതെല്ലാം മീനച്ചിൽ ഹോംസ് വഴി തന്നെയാണ് ഒട്ടുമുക്കാലും വീടുകൾ സെയിലായത്. അപ്പോൾ ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്തൊരു വേറൊരു റോഡ്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ 2 സൈഡിൽ കൂടെ റോഡാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ മാത്രമേ നമുക്കൊരു വീട് വരുന്നുള്ളൂ, വേറെ വീടുകൾ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു പ്രൈവസി ഉണ്ട് എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ച് വന്നിരിക്കുക. ഇത് നല്ല പില്ലറൊക്കെ കാണാം, നല്ല വലിപ്പമുള്ള പില്ലറുകൾ തന്നെയാണ്. ഇതിൻ്റെ കിണറിൻ്റെ ഫെസിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 വീടുകൾക്ക് കൂടി ഒറ്റ കിണറാണ്, ഒരു വലിയ കുളം പോലെയുള്ള വലിയ കിണറാണ്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് മോട്ടറുകൾ വെച്ചിട്ടുണ്ട് അതിനകത്ത്. നമ്മുടെ മോട്ടർ നമ്മുടെ കിണറായിട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ച്, നമ്മുടെ മോട്ടർ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം അടിച്ച് കയറ്റാവുന്ന രീതിയിലുള്ള ഒരു മോട്ടറാണ് വെച്ചിരിക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഈ വീടിൻ്റെ ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ്. ഫ്രണ്ട് ഡോർ തേക്കാണ്, അകത്തെ ഡോറുകൾ തേക്കാണ്, ബാക്കിലെ ഡോർ തേക്കാണ്. ഇത് കൂടുതൽ എന്താ വേണ്ടത്? ഈ വീടിന് സ്ഥലത്തിന് ഇങ്ങനെ ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 52 ലക്ഷം രൂപ ചോദിക്കുന്നു, നെഗോഷ്യബിൾ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഡബിൾ പാളി ഡോറാണ്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി ചുമ്മാ വെറുതെ ഒരു ടേബിളും 3 കസേര ഇവിടെ ഇട്ടിട്ടുണ്ട്. അവർ വരുമ്പോൾ ഒന്ന് ഇരിക്കുക എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്നതാണ്. അതിപ്പോൾ നമ്മൾ നല്ലൊരു സ്വീകരണ മുറിയിലേക്കാണ് കയറിയത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ഇട്ട് തിരിഞ്ഞ് നമുക്ക് ഒരു ഡൈനിങ് ഹോളായിട്ട് കാണാം. ഡൈനിങ് ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂം അത് കണ്ടിട്ട് നമുക്ക് പോയതുണ്ട്. തേക്കിൻതടി കൊണ്ടുള്ള ഡോറ് തുറന്നാണ് നമ്മൾ അകത്തേക്ക് കയറുക. അകത്തെ പാളികൾ ഇവരെയും തേക്കാണ്. അതായത് ഈ ഒരു റേറ്റിൽ കിട്ടുന്ന വീടുകളിൽ ഇതുപോലെ തേക്കൻതടി ഉപയോഗിച്ച് പണിയുന്ന വീടുകൾ ഞാൻ അധികം കണ്ടിട്ടില്ല. കാരണം ഈ ഒരു കോസ്റ്റായിട്ട്, കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ തന്നെ പറമ്പിൽ തടികൾ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ തേക്കിൻതടിയുടെ വില മില്ലിൽ പോയില്ല വില വെച്ച് കണക്ക് കൂട്ടാതെ തന്നെ ചെയ്യാൻ പറ്റുന്നു എന്നത് തന്നെയാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് നല്ല വണ്ണമുള്ള നല്ല തടികൾ തന്നെ ഉപയോഗിച്ച് ഇവർക്ക് നല്ല രീതിയിൽ തന്നെ വീടുകൾ പണിത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ ബെഡ്റൂം അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല കമ്പനി സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന നല്ല വലിപ്പമുള്ളൊരു ടോയ്ലറ്റാണ് ഇവിടെ കാണാൻ പറ്റുക.
അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. ഇവിടെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ AC പോയിൻ്റ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇറങ്ങി റൈറ്റ് സൈഡിലേക്ക് നോക്കി. ലെഫ്റ്റ് സൈഡിലാണ് 2 ബെഡ്റൂം, റൈറ്റ് സൈഡിൽ ഡൈനിങ് ഹോള്, അങ്ങോട്ട് കിച്ചൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡൈനിങ് ഹോള് ഒരു നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമുകളിലേക്കുള്ള പാസേജ് ഒന്നും പോകേണ്ട കാര്യവുമില്ല. കാരണം ഈ പാസേജ് പോകാതെ തന്നെ നമുക്ക് ഈ നേരെ കിച്ചണിലേക്ക് മാത്രം കയറിയാൽ മതി ഡൈനിങ് ഹോളിൽ നിന്ന്. അത് പ്രൈവസി ഉണ്ട് എപ്പോഴും ഡൈനിങ് ഹോളിന്. വീട്ടിലൊരു ഗസ്റ്റ് വന്നിരിക്കുമ്പോഴും വീട്ടിലുള്ളവർക്കൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് വേറെ സ്ഥലങ്ങൾ തപ്പി പോകേണ്ട കാര്യമില്ല, ഈ ഡൈനിങ് ഹോളിൽ തന്നെ ഇരിക്കാം. കാരണം ഡൈനിങ് ഹോളിന് അതിൻ്റേതായ ഒരു പ്രൈവസി ഉണ്ട്. ഇതുണ്ട് തേക്കൻ തടി കൊണ്ടുള്ള ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത് കണ്ട്. അതിന് ഗ്ലാസ് കൂടി കൊടുക്കാനായിട്ടുണ്ട്, ഗ്ലാസ് കൊടുത്തിട്ടില്ല. ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഗ്ലാസ് കൊടുത്തില്ലെങ്കിലും കൊടുത്തു എന്ന് തന്നെ തോന്നിച്ചു പോകും. അപ്പോൾ ഇവിടെ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു കിച്ചണാണ്. കിച്ചൻ്റെ കബോർഡ് വർക്കുകൾ മനോഹരമാണ്. തേക്കിൻ തടികൾ തന്നെയാണ് കബോർഡുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള കിച്ചൺ തന്നെയാണ് ഇത്. കിച്ചനും വർക്ക് ഏരിയയുമാണ്. വർക്ക് ഏരിയയും തമ്മിൽ സെമി പാർട്ടീഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് തേക്കിൻ തടി കൊണ്ട് തന്നെയുള്ള ഒരു ബാക്ക് ഡോറാണ്. അപ്പോൾ മനോഹരമായൊരു കിച്ചണാണ് നമ്മൾ കണ്ടത്. നല്ല അടിപൊളി കിച്ചൺ തന്നെയാണ്, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ല കിച്ചണാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് നമ്മൾ ചോദിക്കുന്ന എമൗണ്ടിനെ കണക്കാക്കണം. ആ എമൗണ്ടിൽ കിട്ടാവുന്ന വീടുകൾ പറയുമ്പോൾ നല്ലൊരു വീട് തന്നെയാണ്. 52 ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന ഇത്രയും നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീട് വേറൊരെണ്ണം കൂടി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭരണങ്ങാനമാണ് ഇടവക വരിക. അതുപോലെ തന്നെ നമുക്ക് അമ്പാറ അമ്പലത്തിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഹൈവേയുമായിട്ടുള്ള ദൂരം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 800 മീറ്ററാണ് വരുന്നത് ഇവിടം വരെ. ഹൈവേയുമായിട്ട് 800 മീറ്റർ, അതും ടാർ റോഡാണ് വീട് വരെ. ഇവിടേക്ക് കോമൺ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. കോമൺ ടോയ്ലറ്റ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല, അതിന് പകരമാണ് ഈ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുക. 2 ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു തീം. ടൈല് വർക്കുകളാവട്ടെ അല്ലെങ്കിൽ എല്ലാ വർക്കുകളിലും അതിൻ്റേതായ ഒരു തന്മയത്വം നിലനിർത്തിക്കൊണ്ടുള്ള നല്ലൊരു വീടാണിത്. ഇതാണ് ഈ ടോയ്ലറ്റിനോട് സമീപത്തുള്ള ബെഡ്റൂമാണ്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ഉപയോഗത്തിനായിട്ട് താമസിക്കുന്നവരുടെ ഉപയോഗത്തിന് ഉള്ള രീതിയിലാണ് ടോയ്ലറ്റ്. എന്നാൽ പുറത്തുനിന്നൊരു വ്യക്തികൾ വന്നാലും ഒരു കോമൺ ടോയ്ലറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇവിടെ അടുത്തുള്ള വീടുകൾ മീനച്ചൽ ഹോംസ് വഴി തന്നെ ഡീല് നടന്നു എന്ന് പറയുമ്പോൾ മീനച്ചൽ ഹോംസിൻ്റെ ഡീല് വഴി തന്നെയാണ് ഇവിടെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ലീഗലി എല്ലാം ബാക്കിയാണ്. നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ വീട് സ്ഥലവും ലോൺ അറേഞ്ച് ചെയ്ത് തന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഒട്ടും വൈകണ്ട, കാരണം വിലക്കുറവിലുള്ള വീടുകൾ ഇപ്പോൾ കുറവാണ്. ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ ഒരു പാക്കറ്റ് രാംകോ സിമെൻറ്റിൻ്റെ വില 440 രൂപയാണ്. നല്ല കമ്പനി സിമെൻറ്റൊക്കെ ഉപയോഗിച്ച് ഇതുപോലുള്ള വീടുകളൊക്കെ ചെയ്തത് കിട്ടണമെന്നുണ്ടെങ്കിൽ വില കൂടിപ്പോകുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എല്ലാ സാധനങ്ങൾക്കും വില ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനിയൊരു ചെറിയ ബഡ്ജറ്റ് വീടുകൾ എന്ന് പറയുന്നത് മനുഷ്യന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു നിലവാരത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുക. സാധാരണക്കാരന് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലേക്കാണല്ലോ ഈ കാലഘട്ടം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇല്ലാത്തവനായിട്ട് നിൽക്കേണ്ടി വരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവനൊരു വീട് സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവന് വീടുകളുടെ ബഡ്ജറ്റ് സ്വന്തം നിർമ്മിച്ചാലും മേടിച്ചാലും ബഡ്ജറ്റ് വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും മനഃപൂർവ്വമല്ല, പക്ഷേ മെറ്റീരിയലുകളുടെ വില ഭീമമായിട്ട് വർദ്ധിക്കുന്നു, ടാക്സുകൾ വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മെറ്റീരിയലുകളുടെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രയും പെട്ടെന്നൊരു വീട് സ്വന്തമാക്കൂ എന്ന് മാത്രമാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനോ മടിക്കരുത്. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഒരു വീട് സ്വന്തമാക്കുവാനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സാധിക്കട്ടെ. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.